കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാനിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും. കുരിശു വഹിച്ചു നിൻ കാൽപ്പാടു പിൻചെല്ല കൽപ്പിച്ച നായക. നിൻ ദിവ്യ രക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിൻ ദിവ്യ രക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങയെ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾ ഞങ്ങൾക്കും അങ്ങയെ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോട് എന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം. ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാവിധം പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം. ഈശോ മിശിഹ കുരിശു ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച് യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പിലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്ലീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടെ സഹിച്ച് അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. വിശുദ്ധ ദൈവമാതാവേ, ക്രൂശനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം. ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവമായ അവിശ്വസ്തതയിലും പാപങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം. ഈശോ മിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വേണ്ടി രക്ഷിച്ചു.
ആലപ്പുഴ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രയേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കുകയും അങ്ങനെ അനേകരുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, ആ പരിശുദ്ധ മാതാവ് അങ്ങേതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴി വന്ന ശിമയോൻ എന്ന ഒരു ക്രേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പിറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ കുരിശ് ചുമക്കുന്നതിന് ശിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തികളും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം വേറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വേറോനിക്ക് അങ്ങയെ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും ആദരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർത്ഥമായിരിക്കാൻ കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം ഈശംശിക രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടനെ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം ഈശോമിശിഹ ഓസ്ട്രിയൻ നഗരയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തൃശൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓസ്ട്രിയൻ പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായിക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തുപോയ പാവങ്ങളെ കുറിച്ച് എപ്പോഴും മനസ്താവപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരുളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒൻപതാം സ്ഥലം ഈശോമിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടതുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാവപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറ്റുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് സ്ലീവാമരത്തിൻ കീഴെ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു.
ദൈവമേ, എനിക്ക് സ്വന്തമായുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടെ മരിച്ച നിത്യനരകത്തിൽ വീഴാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തു തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം, ദൈവരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പുനീര് കുടിപ്പിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവത്തിന്റെ തിരുമനസ് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങയെ ഹൃദയം പോലെ ആക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. തലയോരിടം എന്ന അർത്ഥമുള്ള ഗോൽഗോത്തായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഓ ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തു തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോ മിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടുകൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തു തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. അരിമത്തയാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്ന് ഇറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിപ്പിച്ചരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം, ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. മിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമാംവിധം പ്രാർത്ഥിക്കാം. ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഒരു ആത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗണം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രിസ്തുനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തിക്കൻ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ.
ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാവങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാവങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷീയ കൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞു മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷ കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കുന്നു. ചേട്ടാ, പുൽത്താമലയിൽ നിന്ന് വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? വനത്തിലൂടാനയിച്ചു ഞാൻ അന്നമായൻ മന്ന തന്നില്ലേ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ഗാഗുൽത്താമലയിൽ നിന്ന് വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരിച്ചാറൊരുക്കി വെച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തിക്കെനിക്കു നൽകി. ഗാഗുൽത്താമലയിൽ നിന്ന് വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ജെനി, ഷിജു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മളോട് വചനം പങ്കുവയ്ക്കാനായിട്ട് എത്തുന്നത് നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ അനിമേറ്റർ ആയിട്ടുള്ള ഏറ്റവും സ്നേഹ ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ കോയൻ അച്ഛനാണ്. അച്ഛൻ ഈശോ സഭാംഗമാണ്. ഇപ്പോൾ കാലടി അടുത്തുള്ള സമീഷ ആശ്രമത്തിന്റെ ഡയറക്ടറാണ് അച്ഛൻ. അച്ഛൻ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ കൂട്ടായ്മയിലേക്ക് വചനം ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. അച്ഛാ. മൈക്ക് ഓൺ ആക്കോ അച്ഛാ. ഓക്കെ, താങ്ക് യു ജെനി. സമീഷയുടെ ഡയറക്ടർ പൈനാടത്ത് ഞാനിവിടെ സുപ്രിയർ ആണ്. സോറി. ഓക്കെ, കാലടി സമീഷ, ചെങ്ങൽ അമ്പലനാടാന്ന് പറയും. ഓക്കെ, പ്രിയമുള്ളവരെ, നമ്മൾ ഈ നോൻപുകാല ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാര വിചാരങ്ങളെ കുറിച്ച് ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഈ നോൻപുകാലം മാത്രമാണോ നാം ഇതിനു വേണ്ടി ചെലവഴിക്കേണ്ടത്? ജീവിതകാലം മുഴുവൻ നമ്മുടെ ജീവിതം ഒരു നവീകരണ പ്രക്രിയ ആയിരിക്കണം എന്നതാണ്
ഈ നോൻപുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ വിഷയം മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 51-ാം വാക്യമാണ്. യഹൂദരുടെ ഏറ്റവും അഭിമാനമായിരുന്ന ജെറുസലേം ദേവാലയത്തിന്റെ തിരശ്ശീല നടുവേ കീറുന്നതാണ് ഇവിടുത്തെ സംഭവം. നമ്മുടെ പള്ളികളിലൊക്കെ, ചില പള്ളികളിലെങ്കിലും നമുക്ക് കർട്ടൻ കാണാൻ സാധിക്കും, ഈ തിരശ്ശീല കാണാൻ സാധിക്കും. എന്നാൽ അതൊന്നുമല്ല ജെറുസലേം ദേവാലയത്തിന്റെ തിരശ്ശീല എന്നത്. ഏകദേശം 10-12 നിലകൾ ഉയരമുള്ള ഈ തിരശ്ശീലയാണ്. അതും പല മടങ്ങ് നെറികളുള്ള, അതോടൊപ്പം തന്നെ പല നൂലുകളിൽ തുന്നപ്പെട്ടിരിക്കുന്ന അത്രയും വളരെ വിശിഷ്ടമായ ഒരു തിരശ്ശീലയാണ്. ആർക്കും പെട്ടെന്നങ്ങ് അത് ഭേദിക്കാനോ മുറിച്ചു കളയാനോ സാധിക്കാത്ത ഒരു തിരശ്ശീലയാണ്. യേശുവിന്റെ മരണത്തോടുകൂടെ ആ തിരശ്ശീല മുകൾ മുതൽ 2ആയി കീറപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം എന്താണ്? മത്തായി സുവിശേഷകൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പ്രത്യേകിച്ച് യഹൂദരെ ഓർമ്മപ്പെടുത്തുന്നത്, യഹൂദ പാരമ്പര്യത്തിലും ഒരുപക്ഷെ നമ്മുടെ പാരമ്പര്യത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും, ധാരാളം നല്ല വ്യക്തികളും ഉണ്ടായിരുന്നു, നല്ല അധ്യാപകരും നല്ല റബ്ബിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അത് നമുക്കറിയാം. നമ്മുടെ ഗമാലിയൽ ഒക്കെ, നമ്മുടെ പൗലോസ് ലീഹായൊക്കെ അവിടെ റബ്ബി ആയിരുന്ന ആള് ഒക്കെ നമുക്കറിയാം. അപ്പൊ നല്ല റബ്ബിമാരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ മരണത്തിന്റെ സമയത്ത് പ്രകൃതിയില് ചില അടയാളങ്ങളൊക്കെ കാണുന്നത് സ്വാഭാവികമായിരുന്നു. അത് അവർ അത്തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ജീവിതം അർത്ഥവത്താക്കി തീർത്തതിന്റെ അടയാളമായി അതിനെ വ്യാഖ്യാനിച്ചിരുന്നു. എന്നാൽ മത്തായി സുവിശേഷൻ ഇവിടെ വിശേഷിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള റബ്ബിമാരുടെ മരണത്തിൽ, ആരുടെ മരണത്തിലും ഇപ്രകാരം തിരശ്ശീല കീറുകയോ ഭൂമി പിളരുകയോ പാതാളത്തിൽ നിന്ന് മരിച്ചവർ പുറത്തു വരികയോ ചെയ്തിരുന്നില്ല. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തിൽ മാത്രമാണ് സംഭവിച്ചത് എന്നാണ് മത്തായി സുവിശേഷകൻ ഇവിടെ വിശേഷമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിനർത്ഥം എന്താണ്? അതെ, കർത്താവിന്റെ മരണം അത്രമാത്രം അർത്ഥവത്താണ്, അല്ലെങ്കിൽ അത് അടയാളം ഉൾക്കൊള്ളുന്നതാണ്. ദൈവത്തിന്റെ ഏകജാതനായ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനായി തന്റെ പിതാവിനാൽ നിശ്ചയിക്കപ്പെട്ട പുത്രൻ തമ്പുരാനാണ്. ഇതിനെക്കുറിച്ച് ഇഗ്നേഷ്യസ് ലയോള തന്റെ അനുയായികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് തന്റെ അനുയായികൾക്ക് ആയി നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സ്പിരിച്വൽ എക്സസൈസസ്, ആധ്യാത്മിക സാധനം, ഓരോ ഈശ്വസഭക്കാരനും തന്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം നടത്തുന്ന 1 മാസം നീണ്ടു നിൽക്കുന്ന ഈ ആധ്യാത്മിക സാധന അവരെ രൂപപ്പെടുത്തുന്ന ഒന്നാണ്, അവരെ ഉടച്ചു വാർക്കുന്ന ഒന്നാണ്. അവരുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റങ്ങളും അതോടൊപ്പം തന്നെ എല്ലാം കാഴ്ചപ്പാടുകളും എല്ലാം ഉടച്ചു വാർക്കുന്ന ഒരു ആധ്യാത്മിക സാധനയാണ് സ്പിരിച്വൽ എക്സസൈസസ് എന്നത്. അതിൽ ഇഗ്നേഷ്യസ് എങ്ങനെയാണ് ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കാൻ ഇടയായത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അദ്ദേഹം അത് നമ്മെ ഓരോരുത്തരോടും പറയുന്നത് അത് ഭാവനയിൽ കാണുവാനും അത് അനുഭവിക്കുവാനും വേണ്ടിയാണ്. ഇപ്രകാരമാണ് അദ്ദേഹം അത് വിശേഷിപ്പിക്കുക. അദ്ദേഹം പറയുന്നത്, ലോകത്ത് എല്ലായിടത്തും അക്രമവും അതുപോലെ തന്നെ കൊലപാതകവും വഞ്ചനയും ചതിയും എല്ലാം കൊടുമ്പിരി കൊണ്ട് ദൈവം തന്നെ മനുഷ്യനെ സൃഷ്ടിച്ചതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന സമയം, ദൈവം എന്തു ചെയ്യും, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ വിലപിച്ചുകൊണ്ട് എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ പിതാവ് ദൈവവും പുത്രൻ തമ്പുരാനും പരിശുദ്ധാത്മാവും ഒന്നു ചേർന്ന് അവർ ആലോചിക്കുകയാണ് എന്താണ് ഇതിനൊരു പരിഹാരം. അങ്ങനെ ആലോചിക്കുമ്പോൾ പുത്രൻ തമ്പുരാൻ പിതാവിനോട് പറയുകയാണ്, ഞാൻ അവരെ രക്ഷിക്കുവാനായി
അവരുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനായി മനുഷ്യനായി ഭൂമിയിലേക്ക് പോകാം എന്ന്. പുത്രൻ തമ്പുരാന്റെ ഈ വാക്കുകൾ പിതാവിന് ഏറെ സന്തോഷം പകർന്നു. അങ്ങനെ പിതാവ് തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്, മനുഷ്യനായി പിറന്നുകൊണ്ട് മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുവാനായി. നമുക്കൊരു ചോദ്യം മനസ്സിൽ ഉദിക്കാവുന്നതാണ്, എന്തുകൊണ്ട് ദൈവത്തിന് ദൈവമായിരുന്നു കൊണ്ട് തന്നെ മനുഷ്യനെ രക്ഷിച്ചുകൂടാ? സാധ്യമാണ്. പക്ഷേ മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യത്തോടുകൂടെ സൃഷ്ടിച്ചതിനാൽ തന്നെ അവന്റെ സ്വാതന്ത്ര്യത്തിന് യാതൊരു ഭഗഭേദവും അല്ലെങ്കിൽ യാതൊരു ലംഘനവും വരുത്താതെ അവനെ എങ്ങനെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാം, അവന്റെ പാപത്തിന് എങ്ങനെ പരിഹാരം ചെയ്യാം എന്നതായിരുന്നു ദൈവത്തിന്റെ പ്രത്യേകമായ തീരുമാനം. അതിന് ദൈവം അയക്കുന്ന തന്റെ ഏകജാതൻ മനുഷ്യനായി പിറക്കുകയും മനുഷ്യന്റെ വേദനകളിൽ ഏറ്റവും സഹിക്കാൻ സാധിക്കുന്നതിലും ഏറ്റവും വേദനാജനകവുമായ ആ സഹനങ്ങളിലൂടെ അവൻ കടന്നു പോകണമെന്ന് ദൈവം നിശ്ചയിക്കുകയാണ്. എന്തുകൊണ്ടാണ് അപ്രകാരം ദൈവം നിശ്ചയിച്ചത്? സഹനങ്ങളിലൂടെയാണ് സ്നേഹം മനസ്സിലാക്കുവാൻ സാധിക്കുക എന്ന് ദൈവം അതിലൂടെ നമ്മെ ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ്. സഹനങ്ങൾ, അതെ, ഒരു മാതാവ് 9 മാസം കുഞ്ഞിനെ ഗർഭസ്ഥാവസ്ഥയിൽ ചുമന്നുകൊണ്ട് അതിന്റെ വേദനകളും പ്രയാസങ്ങളും എല്ലാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ഏറെ വേദനയോടുകൂടിയാണ് അവർ ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത്. എങ്കിലും അവർ ആ വേദന സഹിക്കുവാൻ, ആ വേദന ഏറ്റെടുക്കുവാൻ അവർ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ്? ആ കുഞ്ഞിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ്. തൻ്റെ കുഞ്ഞാണ്, തൻ്റെ രക്തമായ, തൻ്റെ ചോരയായ ആ കുഞ്ഞിനോടുള്ള അമിത വാത്സല്യവും സ്നേഹവും ആ അമ്മയെ ആ സഹനങ്ങളിലൂടെ കടന്നു പോകുവാൻ സഹായിക്കുകയാണ്. ഇപ്രകാരം വേദനകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യന്റെ വേദനയെ ഏറ്റവും പാരമ്യത്തിലുള്ള വേദന അനുഭവിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുമ്പോൾ അത് മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ അത് അവന് അനുഭവവേദ്യമാക്കുവാൻ വേണ്ടിയാണ് കർത്താവ് തൻ്റെ കുരിശുമരണവും പീഡാസഹനവും അനുഭവിക്കുക. അതെ, ഇന്ന് നാം കർത്താവിന്റെ പീഡാസനവും കുരിശുമരണവും ഓർക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള പരിഹാരമാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ആ പരിഹാരം നമ്മുടെ ജീവിതത്തിലൂടെ നിർവഹിക്കുവാനായിട്ട് നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. ഈ തിരശീല രണ്ടായി പിളർക്കപ്പെടുന്നതിലൂടെ നാം മനസ്സിലാക്കുന്നതും ആ ഒരു യാഥാർത്ഥ്യമാണ്. ദേവാലയത്തിന്റെ തിരശീല നടുവെ കീറുന്നതിലൂടെ ഹോളി ഓഫ് ഹോളി, അതായത് ഏറ്റവും പവിത്രമായ സ്ഥലവും തമ്മിലുള്ള അന്തരം ഇല്ലാതാവുകയാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരം ഇല്ലാതാവുകയാണ്. ആ വിടവ് ദൈവം എടുത്തു മാറ്റുകയാണ്. അതെ, മനുഷ്യന് സ്വന്തമായി ദൈവത്തോട് അടുക്കുവാനും ദൈവത്തെ സമീപിക്കുവാനും ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തെ സ്വീകരിക്കുവാനും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അവനെ തൻ്റെ അടുക്കിലേക്ക് കരങ്ങൾ നീട്ടി സ്വീകരിക്കുകയാണ് ദൈവം. അതിന്റെ അടയാളമാണ് ഈ തിരശ്ശീല നടുവേ കീറുന്നത്. അതെ, ജെറുസലേം ദേവാലയത്തില് ആ ഒരു തിരശ്ശീല കീറുന്നതിലൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരം പൂർണ്ണമായും ഇല്ലാതാവുകയാണ്. ഒരുപക്ഷെ മറ്റൊരർത്ഥത്തിൽ ചിലപ്പോൾ ചിലരൊക്കെ പറയാം, അതിലൂടെ ആ തിരശ്ശീല കീറുന്നതിലൂടെ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് ദൈവം പൂർണ്ണമായും അവിടെ നിന്ന് അപ്രത്യക്ഷനാകുന്നതാണ് എന്നും ചിലരൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. ഒരുപക്ഷെ നമുക്കും അങ്ങനെ തോന്നിക്കൂടായികയില്ല. കാരണം ജെറുസലേം ദേവാലയം കല്ലിന്മേൽ കല്ല് അവശേഷിക്കാത്ത വിധത്തിൽ അത് പൂർണ്ണമായും നിശേഷം ഇല്ലാതാക്കപ്പെട്ടു. ഇന്നും അത് പുനർനിർമ്മിക്കുവാനുള്ള കഠിന പ്രയത്നത്തിലാണ് യഹൂദജനം. പക്ഷേ അവർക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നാം ഇപ്പോഴും ചരിത്രത്തിൽ കാണുന്ന വലിയൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ
ദൈവം ആ ദേവാലയത്തിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് നമുക്ക് ഒരുപക്ഷെ വ്യാഖ്യാനിക്കാൻ സാധിക്കുന്ന ഒരു അർത്ഥമായി നമുക്ക് കാണാനും സാധിക്കും. ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വരികയാണ്. അതെ, ദേവാലയത്തിൽ നിന്ന് ദൈവം മനുഷ്യന്റെ അടുക്കിലേക്ക്, മനുഷ്യ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട്, അതെ, വയലിലും പാറമടകളിലും ഒക്കെ ജോലി ചെയ്യുന്ന ആ വേദനിക്കുന്ന മനുഷ്യന്റെ ഇടയിലേക്ക് ദൈവം ഇറങ്ങി വന്നുകൊണ്ട് അവന്റെ സഹനങ്ങളിലൂടെ ദൈവം അവനോടൊപ്പമായിരിക്കുകയാണ്. അതാണ് മനുഷ്യാവതാരം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തന്റെ ഏകജാതൻ മനുഷ്യാവതാരം ചെയ്ത് സ്വർഗീയമായിട്ടുള്ള എല്ലാ മഹത്വങ്ങളും ഉപേക്ഷിച്ച് മനുഷ്യരിൽ ഒരാളായി, മനുഷ്യനോടൊപ്പമായി, മനുഷ്യന്റെ വേദനകളിലും എല്ലാം പങ്കുകാരനായിക്കൊണ്ട് മനുഷ്യനെ രക്ഷിക്കുവാനായി ഈ ഭൂമിയിൽ അവതരിച്ചത് ദൈവം മനുഷ്യനോടുള്ള ആ സ്നേഹത്തെ പ്രതിയാണ് എന്നതാണ് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, അതായത് പ്രേതാലയങ്ങൾ തുറക്കപ്പെടുന്നത്, ഭൂമി നടുകെ പിളരുന്നത്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? യേശുവിന്റെ മരണത്തിലൂടെ, യേശുവിന്റെ ജീവിതവും മരണവും ഉത്ഥാനത്തിലൂടെ മനുഷ്യൻ മരണത്തിൽ നിന്ന് പൂർണ്ണമായും വിമുക്തനാകുന്ന അനുഭവമാണ്. മരണത്തിന് ഇനി മനുഷ്യന്റെ മേൽ ഒരു ആധിപത്യവും ഇല്ല എന്ന് കാണിച്ചു തരുവാൻ വേണ്ടിയാണ് മത്തായി സുവിശേഷം പ്രകാരം കാണിക്കുക. അത് യാഥാർത്ഥ്യവുമാണ്. അതെ, മരിച്ചവരിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയും അങ്ങനെ കർത്താവിന്റെ പീഡാസഹനത്തിലൂടെ എല്ലാ മനുഷ്യവർഗത്തിന്റെയും, അത് ജാതിമത ഭേദമന്യേ, ദേശഭേദമന്യേ എല്ലാവരുടെയും പാപത്തിന് പരിഹാരം ചെയ്ത് ദൈവം അവനെ പൂർണ്ണമായും മോചിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. അങ്ങനെ പാപത്തിന് അവന്റെ മേൽ ഒരധികാരവും ഇല്ലാതാക്കി തീർക്കുന്ന സംഭവമാണ് യേശുവിന്റെ മരണവും ഉത്ഥാനവും എന്ന് ബോധ്യപ്പെടുത്തി തരികയാണ്. മരണത്തിന് മനുഷ്യന്റെ മേൽ അധികാരമില്ല എങ്കിൽ മനുഷ്യന് നിത്യജീവനുണ്ട് എന്ന് യേശുവിന്റെ മരണവും ഉത്ഥാനവും നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു അനുഭവമാണ് ഇതിലൂടെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതും നാം അനുഭവിച്ചറിയേണ്ടതും. അപ്രകാരം നമ്മുടെ ജീവിതം ഈ ഒരു പ്രത്യാശയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. അങ്ങനെയെങ്കിൽ മനുഷ്യന്റെ ജീവിതം അർത്ഥവത്താക്കി തീർക്കുന്നത് ഈ പ്രത്യാശയാണ് എന്നതാണ് നാം തിരിച്ചറിയേണ്ടത്. ആ പ്രത്യാശയോടുകൂടെ ജീവിക്കാൻ മനുഷ്യനെ പര്യാപ്തമാക്കുന്നത് അവന്റെ പ്രവൃത്തികളാണ്. അവന്റെ പ്രവൃത്തികൾ ദൈവോചിതമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യന് പൂർണ്ണ സ്വാതന്ത്ര്യം ദൈവം നൽകുമ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത്, അവനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? ഡു ഗുഡ്, അവോയ്ഡ് ഈവിൾ. നന്മ ചെയ്യുക, തിന്മയെ ഉപേക്ഷിക്കുക. അതെ, ദൈവം മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇവയാണ്. നന്മ ചെയ്തുകൊണ്ട് തിന്മയെ അതിജീവിക്കുക, തിന്മയെ ജയിക്കുക. പ്രിയമുള്ളവരെ, അതെ, ഈ നോൻപ് കാലത്ത് നമുക്കുണ്ടായിരിക്കേണ്ട ഈ ചിന്തയും അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ ആകെ തുകയായി നമുക്ക് സംക്ഷിപ്തമായിട്ട് പറയുവാൻ സാധിക്കേണ്ടതും അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കാൻ സാധിക്കേണ്ടതും ഇതുതന്നെയാണ്. അതായത് നന്മ ചെയ്യുക, തിന്മയെ പാടെ ഉപേക്ഷിക്കുക. അപ്രകാരം നന്മ ചെയ്ത് കടന്നുപോയ നമ്മുടെ കർത്താവിന്റെ പാത പിൻചെല്ലുവാൻ ഈ നോൻപുകാലം നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. നന്മ ചെയ്യുന്നതിന് ദൈവം ഒരിക്കലും ഒരു നിയന്ത്രണവും വച്ചിട്ടില്ല. ഏത് സമയവും കാലവും വെച്ചിട്ടില്ല. ഏത് സമയത്തും നന്മ ചെയ്യുവാൻ ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യേശു സാബത്തിലും നന്മ ചെയ്യുന്ന യേശു ചെയ്ത ആ നന്മ പ്രവൃത്തികളായിരിക്കണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുന്നതും പ്രചോദിപ്പിക്കുന്നതും. ഈ അവബോധത്തോടു കൂടിയാണ് നാം ഓരോരുത്തരും ഈ നോൻപുകാലം അനുഷ്ഠിക്കുന്നത് എങ്കിൽ പ്രിയമുള്ളവരെ, തീർച്ചയായും നമ്മുടെ ഈ നോൻപ് അനുഷ്ഠാനത്തിന് നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുണ്ട് എന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഈ നോൻപാചരണങ്ങൾ വെറും ബാഹ്യമായ
പ്രവൃത്തികളിൽ മാത്രം നിലനിൽക്കുന്നു എങ്കിൽ, അല്ലെങ്കിൽ ആന്തരികമായ പരിവർത്തനത്തിന് അത് വിധേയമാകുന്നില്ല എങ്കിൽ, അതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല എന്നതും നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ്. ബാഹ്യമായ പ്രവൃത്തികൾ നമ്മുടെ ആന്തരികമായ പരിവർത്തനത്തിന് വിധേയമാകുന്നെങ്കിൽ മാത്രമേ അത് അതുകൊണ്ട് നമുക്ക് ഉപകാരമുള്ളൂ. അതെ, കർത്താവ് പറയുന്നുണ്ട്, പുറത്തു നിന്ന് വരുന്നതിനൊന്നും നമ്മെ അശുദ്ധരാക്കാൻ സാധിക്കുകയില്ല. അശുദ്ധയാക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന യാഥാർത്ഥ്യമാണ്. അത് നല്ലത് ചിന്തിക്കുവാനും നല്ലത് പ്രവർത്തിക്കുവാനും സാധിക്കുന്ന ഓരോ വ്യക്തിക്കും അത് നന്മയിൽ ജീവിക്കുവാൻ സാധിക്കും, അങ്ങനെ വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ ഉള്ളിൽ വഞ്ചനയും ചതിയും ദുർമോഹവും അത്യാഗ്രഹവും ഒക്കെയാണ് എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ള് ദൈവത്തിന്റെ സ്വീകാര്യമല്ല, അല്ലെങ്കിൽ ദൈവോചിതമല്ല എന്ന് നാം മനസ്സിലാക്കുന്നു. അവിടെ കുടികൊള്ളുന്നത് സാത്താന്റെ അരൂപിയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. ആ ഒരു അരൂപിയിലായിരിക്കുമ്പോൾ മനുഷ്യന് ദൈവത്തോട് ചേരുവാൻ സാധിക്കുകയില്ല എന്നും, ദൈവത്തിന് അവന്റെ മേൽ സ്വാധീനം നഷ്ടപ്പെടുന്നതായി മനസ്സിലാക്കുന്നു എന്നും നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് സാക്ഷ്യം വഹിക്കുന്നു. മനസ്സിൽ ഇപ്രകാരം ദുഷ്ടതയും വഞ്ചനയും ഒക്കെ കൊണ്ടു നടക്കുന്ന വ്യക്തികളുടെ പ്രവൃത്തികൾ എന്താണ്? പലപ്പോഴും മനുഷ്യോചിതമല്ല, അല്ലെങ്കിൽ അത് നന്മയ്ക്ക് വിരുദ്ധമായ പ്രവൃത്തികളാണ്, മറ്റുള്ളവരെ നശിപ്പിക്കുന്ന പ്രവൃത്തികളാണ്, മറ്റുള്ളവർക്ക് നാശം വിതയ്ക്കുന്ന പ്രവൃത്തികളാണ്. അവയൊരിക്കലും ദൈവത്തിൽ നിന്നാകുന്നല്ല, മറിച്ച് സാത്താന്റെ പ്രവൃത്തിയാണ് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ആ ഒരു തിരിച്ചറിവോടുകൂടെ നാം ഈ നോൻപാചരണത്തിൽ ആയിരിക്കുമ്പോൾ തീർച്ചയായും നന്മ ചെയ്യുവാനും തിന്മയെ ഉപേക്ഷിക്കുവാനും നമുക്ക് സാധിക്കും. അതായിരിക്കട്ടെ നമ്മുടെ ചിന്തയിൽ ഉടനീളം നമുക്കുണ്ടായിരിക്കേണ്ടത്. ഒരു ചിന്ത കൂടെ ഞാൻ പങ്കുവെക്കട്ടെ. നമ്മൾ ഓരോരുത്തരും അത് നമുക്ക് അപ്രകാരം സാധിക്കുന്നില്ല എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. ദൈവാന്തത്തെ കുറിച്ച് അവബോധമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മളിൽ അപ്രകാരമുള്ള ചിന്തകൾ ഉളവാകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആ നന്മയിലേക്ക് ഉയരാൻ സാധിക്കാതെ വരുന്നത്. നാം കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മ പ്രവൃത്തികൾ ഒരുപക്ഷെ അതിൽ തന്നെ ജീവിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ അതിൽ തന്നെ ആയിരിക്കുന്നതിലൂടെ നാം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ പറ്റിക്കിടക്കുന്ന ആ ചെളിയെക്കുറിച്ച് അവബോധമില്ലാതാവും. ചെളിയിലായിരിക്കുന്ന ഒരു പന്നിയെ സംബന്ധിച്ചിടത്തോളം അത് ചെളിയിലാണ് സംതൃപ്തി കണ്ടെത്തുന്നത്. അതുപോലെ മനുഷ്യനും പാപത്തിലായിരുന്നുകൊണ്ട് പാപത്തിലായിരിക്കുന്ന മനുഷ്യന് ഒരുപക്ഷെ പാപത്തിൽ നിന്ന് പുറത്ത് കടക്കുവാനായിട്ട് ഒരുപക്ഷെ സാധിക്കാതെ വരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കുകയാണ്. അവൻ തിരിച്ചറിയുന്നില്ല, അവന് രക്ഷപ്പെടുവാനായിട്ട് അവന് വേണ്ടി ദൈവം കുരിശിൽ തറച്ച് മരിക്കുകയും അവനെ എല്ലാ പാപങ്ങളിൽ നിന്നും പൂർണ്ണമായും മോചിച്ചിരിക്കുന്നു എന്നും അവൻ തിരിച്ചറിയാതെ പോകുന്നു. അവൻ അത് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ പാപം അവനെ അടിമയാക്കി തീർത്തിരിക്കുന്നു. എന്നാൽ മനുഷ്യന് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട തിരിച്ചറിവ്, ഞാൻ പാപിയാണെങ്കിലും എന്നെ രക്ഷിക്കുവാനായി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ തറച്ച് മരിച്ചു എന്നുള്ള അവബോധമാണ്. ആ ഒരു യാഥാർത്ഥ്യം അതിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ബോധ്യപ്പെടുമ്പോൾ എനിക്ക് അതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ബോധ്യം മനുഷ്യനില്ലാതെ പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് നിർത്താം. ഒരു പ്രദേശത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു മനുഷ്യൻ ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ടത്, അവിടെ ഒരു വലിയ ആനയുണ്ട്. ആനയെ ഒരു കയറുകൊണ്ട്, അതിന്റെ കാലിൽ ഒരു കയറ് കെട്ടി അവിടെ തളച്ചിരിക്കുകയാണ്. ആ കയറ് കെട്ടിയിരിക്കുന്ന സ്ഥാനത്ത് തന്നെയാണ് അതായിരിക്കുന്നത്. ആ മനുഷ്യന് പെട്ടെന്നൊരു അത്ഭുതം തോന്നി. കാരണം ഇത്ര ഭയങ്കര ശക്തിയുള്ള ഒരു ആനയെ ഒരു കയറ് കൊണ്ട് കെട്ടി അതിനെ ആ സ്ഥാനത്ത് നിർത്താൻ എങ്ങനെയാണ് സാധിക്കുന്നത്
എന്ന് അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. അദ്ദേഹം ആ പാപ്പാനോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ആനയെ ഇത്രമാത്രം വലിയ വലുപ്പമുള്ള ആനയെ, നമുക്കറിയാം വയനാട്ടിലും ഒക്കെ ആനകൾ വരുത്തുന്ന വിനകളൊക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളിപ്പോ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം വിനകളും ഇതൊക്കെ ചെയ്യാൻ ഇത്രമാത്രം ശക്തിയുള്ള, ഇത്രമാത്രം കരുത്തുള്ള ഒരു ആനയെ ഈ ഒരു കയറിന് തുമ്പിൽ കെട്ടിയിടാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അതായത് ആ പാപ്പാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചെറുപ്പം മുതലേ അതിനെ കയറിൽ കെട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് ആനയ്ക്ക് ആനയുടെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോഴും അത് വിചാരിക്കുന്നത് ഈ കയറ് എന്നെ തളച്ചിട്ടിരിക്കുകയാണ്, എനിക്ക് ഇവിടെ നിന്ന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ്. അത് ആ ഒരു പരിശ്രമം അത് നടത്തുന്നില്ല, കാരണം ചെറുപ്പം മുതലേ അത് ശീലിച്ചിരിക്കുന്നത് അതാണ്. പ്രിയമുള്ളവരെ, അതെ, ഇത് മനുഷ്യന്റെ ജീവിതത്തിലും യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് നാം ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്. ചെറുപ്പം മുതൽ നാം ശീലിച്ചു വരുന്ന ചില പാപ മേഖലകളെ നമുക്ക് പാപ മേഖലയെ കുറിച്ച് അവബോധം ഉണ്ടാകേണ്ടതാണ് ഈ ഒരു ഉദാഹരണം നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നത്. നമ്മുടെ പാപ മേഖലകളെ നമുക്ക് മായ്ക്കുവാനും അവയിൽ നിന്ന് നവീകരണത്തിലേക്ക്, വിശുദ്ധീകരണത്തിലേക്ക് നമുക്ക് വരാൻ സാധിക്കും എന്നതും ഇതാ നമ്മള് ഈ കർത്താവിന്റെ പീഡാസഹനവും ഉത്ഥാനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ അവബോധം നമ്മളിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് പ്രിയമുള്ളവരെ നാം ആ പാപത്തിൽ തന്നെ ആയിരിക്കുന്നതും പാപത്തിൽ നിന്ന് മോചനം നേടാൻ ഒരു പരിശ്രമവും നടത്താതിരിക്കുന്നതും. പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായ അവബോധത്തിലേക്ക് ഉണരാം. അതെ, ദൈവം തന്റെ ഏകജാതനെ ഭൂമിയിലേക്ക് അയച്ചു നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരം ചെയ്തിരിക്കുന്നു. ആ അവബോധത്തോടു കൂടെ നമ്മുടെ പാപങ്ങളെല്ലാം അവിടുന്ന് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി പൂർണ്ണമായും മായ്ച്ചിരിക്കുന്നു. അപ്രകാരം നാം ഓരോരുത്തരും ദൈവമക്കളായി, നമ്മളെ ഓരോരുത്തരെയും അവിടുന്ന് ദൈവമക്കളാക്കി തീർത്തിരിക്കുന്നു എന്ന അവബോധം നമ്മളിൽ ഉണ്ടാകട്ടെ. അപ്രകാരം ആ അവബോധം നമ്മെ ഓരോരുത്തരെയും പാപത്തിൽ നിന്ന് മോചിതരാകുവാനും പുണ്യത്തിലേക്ക് പ്രവേശിക്കുവാനും ഈ പുണ്യമാസം നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതെ, കർത്താവ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഡു ഗുഡ് അവോയ്ഡ് ഈവിൾ, അതെ, നന്മ ചെയ്യുക, തിന്മയെ പാടെ ഉപേക്ഷിക്കുക എന്ന ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുവാൻ ഈ പുണ്യമാസം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, തിരശ്ശീല രണ്ടായി കീറുന്നതിലൂടെ ദൈവവും മനുഷ്യനും തമ്മിലുള്ള അന്തരം പൂർണ്ണമായും മായ്ച്ചു കളയുന്ന ആ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ കരവലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹത്തോടുകൂടെ, വാത്സല്യത്തോടുകൂടെ നമ്മുടെ സ്നേഹസമ്പന്നനായ ആ അപ്പച്ചന്റെ അടുക്കിലേക്ക് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ, സ്നേഹത്തോടെ, ആത്മനിർവൃതിയോടെ, ആത്മാർത്ഥമായ പശ്ചാത്താപത്തോടുകൂടെ ഓടി അണയാം. അങ്ങനെ നമ്മെ സ്നേഹിക്കുന്ന അപ്പച്ചന്റെ മക്കളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. അതിനായി നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായ അവബോധത്തിലേക്ക് ഉണരാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു അച്ഛ. നമ്മോട് കൂടി ഇന്ന് ഈ സന്ദേശം നൽകുവാനായി കടന്നു വന്നിരിക്കുന്നത് ഹോളി ഹോം മിനിസ്ട്രിയുടെ തന്നെ അനിമേറ്റർമാരിൽ ഒരാളായ എമ്മാനുവൽ അച്ഛനാണ്. അച്ഛനെ പ്രത്യേകം നന്ദി പറയുന്നു. നമുക്ക് ഈ നിമിഷങ്ങളിൽ അല്പം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമുക്ക് എമ്മാനുവൽ അച്ഛനെയും മനസ്സിലായിരിക്കുന്ന ആശ്രമത്തെയും അച്ഛന്റെ ശുശ്രൂഷകളെയും എല്ലാം ഒന്ന് സമർപ്പിച്ച് നമുക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളെ പ്രത്യേകമായി അച്ഛനെയും അച്ഛന്റെ ശുശ്രൂഷകളെയും അച്ഛനായിരിക്കുന്ന ആ ഈശോ സഭാ സമൂഹത്തെയും എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. അവിടുത്തെ അഭിഷേകത്താൽ, കൃപയാൽ നിറച്ച് കൂടുതൽ ശ്രേഷ്ഠമായ ശുശ്രൂഷകൾ ചെയ്യുന്നതിനും അനേകരെ വിശ്വാസത്തിൽ, പ്രാർത്ഥനയിൽ, അഭിഷേകത്തിൽ നിറയ്ക്കുന്നതിനുമൊക്കെയുള്ള കൃപകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം കർത്താവെ, ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളെയും പ്രാർത്ഥന ആവശ്യങ്ങളെയും എല്ലാം ഞങ്ങൾ ഇപ്പോഴങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതിനെ ആശീർവദിക്കണമേ. അവരുടെ നിയോഗങ്ങളുടെ മേൽ, അവരുടെ ആവശ്യങ്ങളുടെ മേൽ, അവരുടെ വേദനകളുടെ മേൽ എല്ലാം അവരെ ആശീർവദിക്കണമേ. എല്ലാറ്റിലും ഉപരിയായി ആഴമായ ക്രൂശിതനോടുള്ള സ്നേഹത്തിൽ
വിശ്വാസ തീക്ഷ്ണതയിൽ എല്ലാം വളരുവാനുള്ള കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അതോടൊപ്പം തന്നെ ഈശോയെ ഇന്ന് ഈ നിമിഷം ഞങ്ങൾ ഹോളി ഹോം മിനിസ്ട്രിയെ സമർപ്പിക്കുന്നു. മിനിസ്ട്രിയുടെ വിവിധങ്ങളായ ശുശ്രൂഷകളെ സമർപ്പിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്നവരെ സമർപ്പിക്കുന്നു. എല്ലാവരുടെ മേലും കൃപയും അനുഗ്രഹവും അഭിഷേകവും നൽകണമേ. ആ മിനിസ്ട്രിയുടെ നേതൃത്വം കൊടുക്കുന്നവരെ എല്ലാം അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി, ദൈവമേ ആരാധന. നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ഗാനം ആലപിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കാം. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. കാറ്റു വിതച്ചു കൊടും കാറ്റു പുറങ്ങളിലൂടെ, കാറ്റു വിതച്ചു കൊടും കാറ്റു മേച്ചിൽ പുറങ്ങളിലൂടെ, അന്തിക്കിടയെ കാണാതലഞ്ഞിടും ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ മേയും, ആട്ടിൻ പറ്റങ്ങൾ ഞങ്ങൾ. നിത്യവിശുദ്ധയാം കന്യാമറിയാമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. നമ്മുടെ കൊച്ചു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം, എന്നിട്ട് അവസാനിപ്പിക്കാം. എന്നെ കാത്തു സൂക്ഷിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട എൻ്റെ കാവൽ മാലാഖയെ, ഈ ലോകത്തിൽ ദൈവസ്നേഹാനുഭവത്തിൽ നിറഞ്ഞ് ദൈവഹിതം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് സുവിശേഷമേകാനും അങ്ങനെ നിത്യതയിൽ ദൈവസന്നിധിയിൽ എത്തിച്ചേരാനും ഞങ്ങളെ സഹായിക്കണമേ. നന്മ ചെയ്യാൻ ശക്തി പകരുന്ന തിരുകുടുംബമേ, ഞങ്ങളിൽ നന്മ വളരാൻ കൃപയേകണമേ. കുരിശ് വരച്ച് നമ്മളെ വിശുദ്ധീകരിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങള് ഉത്തരാഖണ്ഡിലാണുള്ളത്. ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു അല്ലേ? എത്തിപ്പെട്ടു. ഫലപ്രദമായിട്ട് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സമയത്ത് എത്തി അല്ലേ? എത്ര മണിക്ക് എത്തി? ഞങ്ങള് വൈകുന്നേരം 5:30. അത്ര നേരത്തെ എത്തി. ഇന്നലെ രാത്രി മുഴുവൻ ആ റെയിൽവേ സ്റ്റേഷനില് 7 ഡിഗ്രി ചൂടും എടുത്ത് ഇരിക്കുമായിരുന്നു. ലുധിയാനയിലെ രാത്രി ഫുള്ള്. അവിടെ ഇന്നലെ 7 ആയിരുന്നു. അത്രയും തണുപ്പാണ്. ആവശ്യത്തിന് വാം ക്ലോത്ത് ഒക്കെ ഉണ്ടായിട്ടില്ല? ആവശ്യത്തിന് വാം ക്ലോത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല? അത്യാവശ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും നമ്മളെ ഫലപ്രദമായ കാത്ത് സംരക്ഷിച്ചില്ല. ഏതായാലും ആരോഗ്യം നന്നായിട്ട് സൂക്ഷിക്കുക. ഓക്കെ. അപ്പം പ്രാർത്ഥിക്കാം. ഞങ്ങൾ 2 ദിവസം ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് 7-ാം തീയതി ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക. നമ്മുടെ മിഷന് വേണ്ടി, നമ്മുടെ മിഷൻ ഫലപ്രദമാകാൻ വേണ്ടി നമ്മൾ അമൃത്സറില് വില്ലേജിൽ പോയി 6 വീടുകൾ നമ്മൾ കണ്ടു. 6 വീടുകളിൽ 6 ഫാമിലി ആയിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. തൊട്ടടുത്തൊരു 6-7 വില്ലേജുകളിൽ നമ്മൾ പോകുന്ന കാര്യവും പ്ലാൻ ചെയ്തു. അങ്ങനെ നമ്മുടെ ഫാമിലി മിഷന് വേണ്ടതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി ആ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. താങ്ക് യു. ഏപ്രിൽ 10-ാം തീയതി നാട്ടിൽ നിന്ന് വരും. മെയ് 20-ാം തീയതി വരെയാണ് നമ്മുടെ മിഷൻ യാത്രയുള്ളത്. പ്രിപ്പറേഷൻ വല്ലതും അതിനായിട്ട് ഒന്നിച്ചു കൂടുന്നുണ്ടോ? നമുക്ക് പോകുന്ന ആളുകൾ നമുക്കൊന്ന് ഒരുമിച്ച് കൂടാം. അതിൽ നമ്മളെ ഇത് പൊതു ഗ്രൂപ്പ് ആയതുകൊണ്ട് പൊതു ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക. ഒരു നന്മ നിറഞ്ഞ പറയുക, അല്ലെങ്കിൽ ജപമാലയുടെ രഹസ്യമൊക്കെ
നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് ഓർത്ത് മിഷന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മൾ പോകുന്ന വില്ലേജുകളിൽ വൈകുന്നേരം പകല് വിസിറ്റിങ്, വൈകുന്നേരം അവിടെ നമ്മൾ ധ്യാനം ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ മലയാളത്തിൽ പറയും, അത് ട്രാൻസ്ലേഷൻ നടത്തും. അപ്പം അതെല്ലാം അവർക്ക് ഫലപ്രദമായി കിട്ടാനും നന്നായി വരാനും ഒക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അവിടെയുള്ള ആളുകൾ ദേവാലയത്തിൽ പോകുന്നത് വളരെ കുറവാണ്. അപ്പം അതിലേക്കൊക്കെ നയിക്കാൻ നമ്മുടെ ആ ഒരു താമസവും നമ്മുടെ ധ്യാനവും ഒക്കെ അവരെ സഹായിക്കണം. അപ്പം പ്രത്യേകമായിട്ട് അതെല്ലാം ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചോളൂ. താങ്ക് യു. അപ്പം ബൈ. ഓക്കെ.